കുട്ടികളില്ലാത്തവർക്ക് ചെയ്യേണ്ട ആദ്യത്തെ ചികിത്സ IVF അല്ല. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? ഇപ്പം നമ്മൾ സമൂഹത്തിൽ ഈ വന്ധ്യത ഭയങ്കരധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഡോക്ടർമാരെ കാണുമ്പോൾ പലർക്കും അറ്റ്ലീസ്റ്റ് ഒരു 50% ആൾക്കാർക്കെങ്കിലും കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ, എന്തിനാ നമുക്ക് സമയം കളയുന്നത്, നമുക്ക് IVF ചെയ്ത് നമുക്കിത് പെട്ടെന്ന് തീർത്തേക്കാം. പക്ഷേ ആ ഒരു ധാരണ വളരെയധികം ആപത്കരമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഈ വന്ധ്യത അനുഭവിക്കുന്നവർ അത്ര അധികമൊന്നുമില്ല, ഒരു 10% കാണും. ബാക്കി 90% ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി ആവുന്നത് വളരെ സ്വാഭാവികമായ ഗർഭധാരണത്തിലൂടെ തന്നെയാണ്. വന്ധ്യത അനുഭവിക്കുന്ന ഈ 10% ആൾക്കാരെ എടുത്താൽ പോലും ഒരു വന്ധ്യത ചികിത്സാ ഡോക്ടറുടെ അടുത്ത് നിങ്ങൾ ഓപ്പണായിട്ട് ചോദിക്കുകയാണ്, ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിലൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഏത് മെത്തഡോളജിയിലാണ്? ഉത്തരം വളരെ സിമ്പിളാണ്, സ്വാഭാവികമായ ഗർഭധാരണം. അപ്പം സ്വാഭാവികമായ ഗർഭധാരണം നടക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു സാധ്യത ഉണ്ട്. അപ്പം ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറഞ്ഞ ചികിത്സ അത് ചെയ്താൽ മാത്രമേ കുട്ടികൾ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ ബീജവാഹിനി കുഴൽ അഥവാ ഫലോപ്പിൻ ട്യൂബ്സ് എന്ന് പറയും. ഈ ഫലോപ്പിൻ ട്യൂബിന് 2 ട്യൂബിനും ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥ. 2, പുരുഷ ബീജാണുക്കൾ വളരെ ക്രമാതീതമായി കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ഈ 2 ഘടകങ്ങളിലും നമുക്ക് ടെസ്റ്റ് ട്യൂബ് ബേബി അല്ലാണ്ട് ബാക്കിയുള്ള മാർഗ്ഗങ്ങൾ ഒട്ടും തന്നെ ഫലവത്താവത്തില്ല.